ഹലോ എവരിവൺ, സൈലത്തിൻ്റെ തൃശ്ശൂരിലെ ഹൈബ്രിഡ് ക്യാമ്പസായ ശക്തൻ ക്യാമ്പസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 2026 JEE എഴുതാൻ പോകുന്ന എല്ലാ JEE ആസ്പിറൻസും ഹൈബ്രിഡ് സിസ്റ്റത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക്യാമ്പസിലാണ്. പ്രൈവറ്റ് സ്റ്റാൻഡിലേക്കും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്കും വളരെ ചെറിയ ദൂരം മാത്രമേ ഈ ഒരു ക്യാമ്പസിൽ നിന്നുള്ളൂ. ടൗണിൽ വളരെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഈ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൈബ്രിഡ് ക്യാമ്പസിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. സൈലത്തിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്ക് ഇന്ന് ഓൺലൈൻ ഡേ ആണെന്ന് വിചാരിക്കുക. ഇന്ന് ഓൺലൈൻ ഡേ ആണെങ്കിൽ നാളെ നിങ്ങൾ ഓഫ്ലൈനായി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കുകൾ ഇന്ന് നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ കാണും. അതേ ടോപ്പിക്കുകൾ നാളെ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ഒന്നുകൂടെ ഇവിടുത്തെ ഓഫ്ലൈൻ ടീച്ചേഴ്സ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ ഒരേ ടോപ്പിക്ക് നിങ്ങൾ 2 തവണയായിരിക്കും കോൺസെപ്റ്റ് കേൾക്കുന്നുണ്ടാവുക. അതിനുശേഷം ഈ 2 ക്ലാസ്സുകളും തീർന്ന ശേഷം ഓഫ്ലൈൻ ഡേയുടെ അവസാനം വൈകിട്ട് നിങ്ങൾക്കൊരു DTS ഡെയിലി എക്സാമും ഉണ്ടാവും. അപ്പോൾ അതൊരു JEE ലെവൽ ഓഫ് ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ അതിനകത്ത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ നോക്കുക, JEE എന്ന് പറയുന്ന ഒരു പ്രസ്റ്റീജിയസ് എക്സാമാണ്. ഇന്ത്യയിലെ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാമാണ് JEE എങ്കിലും നമ്മൾക്കത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു എക്സാം കൂടിയാണ്. അപ്പോൾ അതിന് ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റം എക്സ്ട്രീംലി ആപ്റ്റാണ്. ആ രീതിയിലാണ് നമ്മുടെ പ്രിപ്പറേഷൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലും ഓഫ്ലൈൻ ക്ലാസ്സിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് JEE ലെവലിലുള്ളതോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ JEEക്ക് ചോദിച്ചോ ആയ ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ JEE എക്സാം ആദ്യത്തെ ഫേസിൽ തന്നെ ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ല. നമുക്കറിയാം JEEക്ക് 2 ഫേസിൽ എക്സാം ഉണ്ട്. ജനുവരിയിലാണ് ഒരു അറ്റംപ്റ്റ് വരിക, രണ്ടാമത്തെ അറ്റംപ്റ്റ് ഏപ്രിലായിരിക്കും ഉണ്ടാവുക. അതിൽ JEE അറ്റംപ്റ്റ് ആണ് നമുക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമായിട്ടുള്ളൊരു ഫേസ് എന്ന് പറയുന്നത്. ആ ഒരു അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് JEE എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റണം എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ മെറ്റീരിയലും ക്ലാസ്സുകളും എല്ലാം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ഡെയിലി എക്സാമിന് പുറമെ നിങ്ങൾക്ക് ഗ്രാൻഡ് ടെസ്റ്റുകളും അതുപോലെ GIB എക്സാമുകളും ഉണ്ടാവും. GIB എന്ന് പറയുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എക്സാംസ് ആണ്. ആക്ച്വൽ JEE പാറ്റേണിലായിരിക്കും നിങ്ങൾ ഈ എക്സാമുകൾ എഴുതുക. ശരിക്കും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിട്ടായിരിക്കും ഈ ഒരു എക്സാമുകൾ നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ റിവിഷൻ സമയമാകുമ്പോഴത്തേക്കും JEE പാറ്റേണിലുള്ള ഒട്ടനവധി മോക്ക് എക്സാമുകൾ നിങ്ങൾ എഴുതും. ഇത്രത്തോളം എക്സാമുകൾ എഴുതുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് ഫേസിൽ തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ ആവശ്യമായ എക്സാം സ്ട്രാറ്റജീസ് നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. ടൈം മാനേജ്മെൻറ്റിനും സ്ട്രെസ് മാനേജ്മെൻറ്റിനും റിസോഴ്സ് മാനേജ്മെൻറ്റിനും ഒക്കെ നിങ്ങൾ പ്രാപ്തരായിട്ടുണ്ടാവും ഫസ്റ്റ് ഫേസ് ആകുമ്പോഴത്തേക്കും. JEE 2026 എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരു റിപ്പീറ്ററാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഇതുവരെ അഡ്മിഷൻ ഒന്നും എടുത്തിട്ടില്ല, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ സൈലത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഇപ്പോഴും ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഏത് സമയത്തും ശക്തൻ ക്യാമ്പസിലേക്ക് കടന്നു വന്ന് ക്ലാസ്സുകളും നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റവും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് അഡ്മിഷൻ ഉറപ്പാക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് സൈലത്തിൻ്റെ തൃശ്ശൂരിലെ ശക്തൻ ക്യാമ്പസ്. ഈ ക്യാമ്പസിൽ മാത്രമല്ല ബാക്കിയുള്ള കേരളത്തിലുള്ള എല്ലാ ഹൈബ്രിഡ് ക്ലാസ്സുകളും നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 2026 നീറ്റ് ആൻഡ് JEE എക്സാം നമുക്ക് ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്ത് ക്രാക്ക് ചെയ്യണം. ഓൾ ദി വെരി ബെസ്റ്റ്.